ഹലോ, അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ നെയിമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കണേ. ഇതിപ്പോൾ ഇത്രയും ലേറ്റ് ആയതിൻ്റെ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നാട്ടിലേക്ക് ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഇടയിൽ. അതൊരു വെക്കേഷനൊന്നും അല്ലായിരുന്നു, കുട്ടികൾക്കും ലീവ് എടുക്കേണ്ടി വന്നു. ഞങ്ങളെല്ലാവരും ലീവ് എടുത്തിട്ട് തന്നെ പോയത്. ഒരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ 6 മാസമൊക്കെ ആയിട്ട് നമ്മൾ നാട്ടിൽ പോയിട്ട്. അപ്പോൾ ലാസ്റ്റ് നിമിഷത്തിലാണ് കാറിൽ പോകാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് മിനിമലായിട്ടുള്ളത് കൊണ്ടുപോയാൽ മതി എന്ന് വിചാരിച്ചത്. പിന്നെ കാറിലാവുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടിക്ക് പകരം ഇപ്രാവശ്യം സാരി ബാഗുകളിലാണ് എല്ലാം പാക്ക് ചെയ്തത്. ശരിക്കും കോമ്പാക്റ്റായിട്ട് നമുക്ക് കാറിലിരുന്നോളും. നമുക്കങ്ങനെ അങ്ങോട്ട് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വീട്ടിൽ ചെന്ന് എടുത്ത് വെക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. സോ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി എനിക്ക്. അങ്ങനെ നമ്മൾ വെളുപ്പിന് ഒരു 3:30-4 മണിക്കൊക്കെ നമ്മൾ ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങി. കാരണം അപ്പോഴാണ് നമുക്കൊരു ലഞ്ച് ടൈമിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഹാഫ് ഡേ കൊണ്ട് നമുക്ക് എത്താം അവിടെ. നമ്മളിപ്പോൾ ഒരു 7 ദിവസത്തേക്കാണ് കണക്ക് കൂട്ടിയിട്ട് പോണത്. കാറിലായതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ഒരു പ്രശ്നം വരണില്ലല്ലോ. നമ്മൾ ചിച്ചുവിനെയും കൊണ്ടുപോകുന്നുണ്ട്. ചിച്ചുവിനെ വേറൊരു ന്യൂസ് പറയാനുണ്ടായിരുന്നു, അതിനെ കുറിച്ചിട്ട് ഞാൻ വഴിയിൽ പറയാം. ഇപ്പോൾ ചിച്ചുവിനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്ഥലത്ത് ചിച്ചുവിന് ഫുഡ് കൊടുക്കാൻ നോക്കുകയാണ്. കഴിക്കടാ, ഭക്ഷണം കഴിച്ചടാ, പറയാ എന്നോട്. ഇങ്ങനെയുള്ള യാത്രകളിൽ കുട്ടികൾക്ക് നന്നായിട്ട് ബോറടിക്കും, വിശക്കും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ അവരോട് പറയും. പിന്നെ ഓരോ കാർഡ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഞങ്ങളുടെ. ഇടാം, അല്ലെങ്കിൽ വേറെ റെഡ് കളറും ഇടാം. അതേപോലെ ഇപ്പൊ ഗ്രീൻ ഇട്ടാ അല്ലെങ്കിൽ നമ്പർ മാച്ചിങ് ആയിട്ടിടാം, അല്ലെങ്കിൽ കളർ മാച്ചിങ് കാണിക്കാതെ. അവർക്ക് കുറച്ച് നേരം ടാബ് ചെയ്ത് കൊടുത്തു, പക്ഷേ നെറ്റ് കണക്ഷൻ കുറവായിരുന്നു. അതുകൊണ്ട് പിന്നെയും ബോറിങ് തന്നെയായിരുന്നു. പിന്നെ കാർഡ് കളിച്ചു. അങ്ങനെ ഒരു 2 മണി 2:30 ആയി. കാരണം ഞങ്ങൾ ഫുഡ് ലാസ്റ്റ് തീരുമാനിച്ചു പുറത്തുനിന്ന് കഴിക്കാമെന്ന്. കാരണം വീട്ടിലെത്തുമ്പോഴേക്കും പിള്ളേർ വിശപ്പ് എന്ന് പറഞ്ഞ് പ്രശ്നമാക്കണോണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ പോയത്. അങ്ങനെ നമ്മൾ നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അത് തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഒരു റെനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫുള്ള് ഇങ്ങനെ മെസ്സായിട്ട് കിടക്കണേ. എൻ്റെ ഒരു കണക്കൂട്ടിൽ റെഡിയാണെങ്കിൽ ഈ അടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ റെനോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഭാഗമൊക്കെ ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോൾ അത് പെയിൻറ്റിങ് ആയിരുന്നു നടക്കണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ ചെന്നൈയിൽ നമ്മളുടെ ഊഞ്ഞാൽ ഇവിടെ സ്ഥലമില്ല എന്നുള്ളതല്ല, ശരിക്കും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പേരും അടി കൂടണതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് അത് നാട്ടിൽ കൊണ്ടുപോയി ഇടാന്ന് വിചാരിച്ച് ഞങ്ങളുടെ റൂമിൽ കൊണ്ടുപോയിട്ട് ഇട്ടു. എന്തായാലും അവിടെ നല്ല സ്ഥലമുണ്ട് ശരിക്കും. പിന്നെ പെയിൻറ്റിങ്ങൊക്കെ റൂമിൻ്റെ ഉള്ളിലത്തെ പെയിൻറ്റിങ്ങൊക്കെ ഞങ്ങൾ ചെന്ന സമയത്ത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ മെസ്സാണ്. ഇനിയും കുറേ വർക്കുകൾ ബാക്കിയുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. അതിൻ്റെ ഇടയിൽ നമ്മൾ പെയിൻറ്റ് സെലക്ട് ചെയ്യാൻ, അതായത് ഔട്ടർ പെയിൻറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണ്ടായിരുന്നു. പിന്നെ കിച്ചണിലെ ഇൻറ്റീരിയർ വർക്ക്, റൂമുകളിലെ ഇൻറ്റീരിയർ വർക്ക്, അതൊക്കെ നമ്മൾ ചെയ്യണം. വേറെ വേറെ പണികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാറ്റലോഗ്സ് ഫുള്ള് നമ്മൾ ഇൻറ്റീരിയർ വർക്കിനുള്ള കാറ്റലോഗ്സുമൊക്കെ നമുക്ക് പോയി അന്വേഷിക്കലും അങ്ങനെയായിരുന്നു ഫുള്ള്. ആദ്യത്തെ 2 ദിവസം അങ്ങനെയായിരുന്നു. പിന്നെയായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാനും ഹസ്ബൻഡും മാത്രം വന്നിട്ട് ഇതുപോലെയുള്ള ടൈൽ സെലക്ഷൻ പുറത്ത്, അതായത് വീടിൻ്റെ വെളിയിൽ ഇടുന്ന ടൈൽസ് സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഈ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ടൈൽസ് നമ്മൾ തപ്പിയിട്ട് പേരാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല കളക്ഷനാണ്. അതായത് സാധാരണ ഉള്ളതിനെക്കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. ടെറാക്കോൺ എന്നാണ് എൻ്റെ പേര്. പിന്നെ നമ്മൾ വീട്ടിൽ പോയി എവിടെയാണ്, അതായത് വീടിൻ്റെ ചുറ്റും ഇടാനാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ ആ ഒരു ഏരിയ അളക്കണം. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്
പിന്നെയും കുറച്ച് വർക്കുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവിടെ കറങ്ങി നടക്കുക. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. കല്യാണം അവിടെയാണ്, എൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ ബാക്കിയുള്ളത് അവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ കല്യാണം പിന്നെ അതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഹൽദി ഫങ്ഷൻ, മെഹന്തി ഫങ്ഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ രാത്രി അങ്ങോട്ട് പോവായിരുന്നു. അപ്പോൾ അവിടെ ഇതിങ്ങനെ അലങ്കാര പണികളൊക്കെ ചെയ്ത് റിലേറ്റീവ്സും ഒക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ആ സമയത്ത് കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ട് ഒരു കുറേ കാലത്തിന് ശേഷം ഒരു കല്യാണം കൂടുന്നതിൻ്റെ ഒരു സന്തോഷവും. പിന്നെ കല്യാണത്തിന് അന്ന് രാവിലെ ആണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോയില്ല. ഞങ്ങൾ റെഡിയാവാൻ എന്തായാലും താമസിക്കുമല്ലോ. അപ്പോൾ മുഹൂർത്തം തെറ്റാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ അമ്പലത്തിൽ പോകേണ്ട നേരെ ഹോളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ റെഡിയായി. അവരെല്ലാവരും ഒരേ കളർ കോമ്പിനേഷനാണ്, ഞാൻ മാത്രം ഡിഫറെൻ്റ് ആയിരുന്നു. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു സ്ഥലത്ത് കാണിച്ചു തരാൻ എൻ്റെ ഡ്രസ്സ്. നിത്തുവിൻ്റെയും പിന്നെ നിങ്ങൾ ഓൾറെഡി ഒരു ഷോപ്പിംഗ് ഹാളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സ്. അപ്പോൾ ആ ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നെല്ലുവായ അമ്പലം, ധന്വന്തരി അമ്പലം ഒക്കെ അറിയുമായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു നെല്ലുവായ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഓഡിറ്റോറിയമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ബാക്കി കല്യാണ വിശേഷങ്ങൾ നമുക്ക് കാണാം. നല്ല ഹോളായിരുന്നു കേട്ടോ, നല്ല വലിയ സ്റ്റേജും ഒക്കെയുള്ള ഹോളായിരുന്നു. അങ്ങനെ ഞാൻ സാരിയൊക്കെ കൊടുത്തോണ്ട് എനിക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിരഞ്ജനയാണ് പോയിട്ട് എടുത്തത്. സാധാരണ ഞാൻ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര നാണൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വലിയ നാണമൊന്നും ഇല്ലാണ്ട് പോയി അടുത്ത് തന്നെ പോയിട്ട് അവിടുത്തെ ഒരുക്കി വെച്ചേക്കണ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. ഞാൻ കണ്ടെടുത്തളി വെച്ചിട്ട് നമ്മളുടെ മാരേജാണ്, അതായത് കേരളത്തിലെ കല്യാണങ്ങളാണ് ഏറ്റവും സിമ്പിള്. അങ്ങനെ വലിയ വലിയ ഫങ്ഷൻസ് ഒന്നുമില്ല. ഒരു താലികെട്ടും അത്ര തന്നെ ഉള്ളൂ മെയിനായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ചെന്നൈയിലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പല കല്യാണങ്ങളും അവർ പറയണ കേൾക്കുമ്പോൾ മനസ്സിലാവണം. കല്യാണം വടക്കുന്നാഥൻ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് തിരിച്ചു വരാൻ ഒരു 1.5-2 മണിക്കൂർ സമയം എടുത്തു. ഡ്രസ് ചേഞ്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇടയിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഇവിടെ എത്തിയത്. ആ സമയത്താണ് നമ്മളിങ്ങനെ താലം പിടിച്ച് പോയത്. നിത്തോനും കിത്തോനും എന്ന് പറയുമ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനത്തെ ആ ഒരു താലം പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്തത് സദ്യയാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ആ ഒരു പന്തൽ ഇപ്പോഴത്തെ എല്ലാ കല്യാണങ്ങൾക്കും ഇങ്ങനെ കാണാറുണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. നമുക്ക് പിന്നെ ഫോട്ടോഷൂട്ട് എടുക്കാണ്ട് വിടാൻ പറ്റില്ലല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അടുത്തത് നമ്മളുടെ നേരെ സദ്യയാണ് നമ്മളെ മെയിൻ ഐറ്റം. നല്ല അടിപൊളി സദ്യയായിരുന്നു. 6 മാസം കൂടുമ്പോഴെങ്കിലും നമുക്കിങ്ങനൊരു സദ്യ കിട്ടാറുണ്ട് പീടിയായിട്ട്. അതുകൊണ്ട് ഒരു സമാധാനം. നല്ല
സദ്യയായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച് അന്ന് തന്നെ റിസപ്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനുള്ള റെഡി ആവാനുള്ള ബാക്കിയുള്ള തിരക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോസ് അധികം എടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്തടുത്ത് വേഗം വരുന്നതായിരിക്കും. കാരണം അധികം നീട്ടാനും പറ്റില്ലല്ലോ. ഇനി പുതിയ റീസെൻ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് വരണമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.